ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാണ്. ഈ റീഡിംഗ് എന്ന് കാണുന്ന എല്ലാവരും ഒരേ എനർജിയിലെ ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങൾക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. കുറച്ച് പേരെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു കരിയർ കാർഡ് നോക്കണം, ടാരോ കാർഡ് നോക്കണം. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണ്, അവർക്ക് വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. കൂടുതൽ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാനാണ്. അധികം ചേഞ്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ചേഞ്ച് എന്നാണ്. നോക്കാം, 3 കാർഡ് നമുക്ക് എടുക്കാം കേട്ടോ. സ്ലോ, ലൈഫ് പർപ്പസ്, ഒന്നും കൂടി എടുക്കാം, ക്ലാരിറ്റി കിട്ടണ്ടേ, റിറ്റൈൽ. അപ്പോൾ കരിയറിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചെറിയൊരു റീഡിങ് നോക്കുകയാണ്. ചേഞ്ച്, ആദ്യത്തെ കാർഡ്. There's a change for the better. കാണുന്നുണ്ടോ? ഓക്കെ, there's a change for the better coming your way. Embrace it. നല്ലത് വരാനായിട്ടുള്ള അവസരത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളോട് സ്വീകരിക്കുവാൻ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് റീഡിംഗ് എടുക്കുമോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സ് ആണ് കേട്ടോ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത്. ചിലവർ ചിന്തിക്കുന്നുണ്ടാവും, ഒരു ചലനവും കാണുന്നില്ലല്ലോ, ഒന്നും എനിക്ക് സംഭവിക്കുന്നില്ലല്ലോ. റീഡിംഗ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒന്നും വരില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ്. എന്നിലേക്ക് സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നത്, ഒരു മാറ്റം വരുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കാം. സ്ലോ എന്നാണ്. കാണുന്നുണ്ടോ? മേക്കിംഗ് സ്ലോ പ്രോഗ്രസ് ബട്ട് യു ആർ ഗെറ്റിംഗ് ദർ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോഗ്രസ് നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുകയാണ്, സ്ലോ ആയിട്ടാവും ആ പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക. എല്ലാവർക്കും നല്ല പറയുന്നേ, പക്ഷെ നിങ്ങൾ അവിടെ എത്തും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മന്ദഗതിയിലാണ് നടക്കുന്നത്, പക്ഷെ നിങ്ങൾ അവിടെ എത്താൻ പോവുകയാണ്. ഫാസ്റ്റായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? പ്രെയർ ചെയ്യണം. എന്നിലേക്ക് സാധിച്ചു എന്നുള്ള പ്രെയർ ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സമാധാനവും സ്ഥിരതയും ലഭിക്കുകയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് കാർഡ് പറയാണ്. കാണുന്നുണ്ടോ? ലൈഫ് പർപ്പസ്. You will have new ideas and inspiration that will guide you to your divine calling. ഇവിടെ നിങ്ങളുടെ ദിവ്യമായ സമാഗമത്തിലേക്ക്, ഇവിടെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ദിവ്യമായ സമാഗമത്തിലേക്ക് നയിക്കുവാനുള്ള പുതിയ ആശയങ്ങളും പ്രചോദനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുമെന്നാണ്. നിങ്ങളുടെ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങളോട് ചോദിക്കാനാണ് പറയുന്നത്. ആവർത്തിച്ച് ചോദിക്കുക. അത് സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. അവിടെ നിങ്ങൾക്കൊരു ഉപേക്ഷ വരില്ല എന്ന് പറയുന്നത്. അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് ചോദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പാടില്ല. യൂണിവേഴ്സ് എന്ന ശക്തിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും യൂണിവേഴ്സ് പറയുന്നത് സംശയം പാടില്ല. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചത് നേടുമെന്നാണ്. റിറ്റൈൽ. കാണുന്നുണ്ടോ? ഇഫ് യു ഹാവ് ആൻ ഐഡിയ in mind this
giving you the green light that this is a need for it. നിങ്ങളുടെ മനസ്സിലൊരു ആശയമുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് പച്ചക്കൊടിയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. കാരണം അത് നിങ്ങളുടെ ആവശ്യമാണെന്ന് യൂണിവേഴ്സിന് അറിയാം. അപ്പോൾ ചോദിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഐഡിയ അത് യൂണിവേഴ്സിൽ സമർപ്പിക്കുക. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗ്രീൻ സിഗ്നലാണ് തരുന്നത്. ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. നിങ്ങൾക്ക് വരുന്ന മാറ്റം തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളോട് ചെയ്യുക എന്ന് പറയുന്നു. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ലാഭിക്കാനാണ് പറയുന്നത്. അതായത് ഓൺലൈൻ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ആ ആഗ്രഹം യൂണിവേഴ്സ് കാണുന്നുണ്ട്. ആക്ഷൻ എടുക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. സംശയം മാറിയെന്ന് ഞാൻ കരുതുന്നു. കാരണം പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നേ, കറൻറ്റ് ഫീലിങ്സ് ആണ് നോക്കുന്നേ. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ മനസ്സിലുള്ള ചിന്തകൾ? നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 10 of Wands കാർഡാണ്. മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. നാളെ ഫുൾ മൂൺ ആണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. Nine of Wands കാർഡ്, Six of Swords കാർഡ്, 2 കാർഡ് വന്നിട്ടുണ്ട്. Four of Wands കാർഡ്, King of Wands കാർഡ്. കൂടുതലും ഇന്ന് വാൺസ് കാർഡാണല്ലോ വന്നിട്ടുള്ളത്. ഒരു കാർഡും കൂടി എടുക്കാം. നൈറ്റ് ഓഫ് കപ്സ് കാർഡ്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അവരെന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്? 10 of Wands കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഹെവി ബേർഡൻസ് ആണ്. ഒരുപാട് ഭാരങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. റെസ്പോൺസിബിലിറ്റീസ് ആണ് കാണിക്കുന്നത്, ഉത്തരവാദിത്തങ്ങൾ. അവരുടെ ഒരു ദിവസം പോലും അത്രയേറെ സേവ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്യാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ കാണിക്കുന്നത്. എങ്കിൽ കൂടിയും അവരുടെ എനർജി നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടാസ്ക് തന്നെയാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് അവർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയം കടന്നു പോകാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. മാക്സിമം എനർജി എടുത്തുകൊണ്ട് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവർ വളരെയേറെ ബിസിയാണ്, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ആണ് കാണിക്കുന്നത്. എങ്കിലും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു തീരുമാനത്തെ, ഡിസിഷനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് മൂൺ കാർഡാണ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. ഒരു ഇല്യൂഷനിലൂടെ പോകുന്ന വ്യക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ അവരുടെ ഇൻറ്റ്യൂഷനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഭയത്തെ കാണിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിയായ ദിശ കണ്ടെത്താൻ പറ്റാത്തൊരു വ്യക്തിയുടെ എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നു. സ്വപ്നങ്ങളുണ്ട്, അവരുടെ സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ട്. അവർ ഒരു പ്രകാശം കാണുന്നു. ആ പ്രകാശം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയാണ്. ആ പ്രപഞ്ചശക്തി എവിടേക്കാണ് എത്തിക്കുന്നത്? അവരെ നിങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. അവിടെയാണ് അവർ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ് എന്ന് മനസ്സിലാക്കുന്നത്. പ്രപഞ്ചശക്തി നയിക്കുന്ന ആ വഴിയിലൂടെ അവർ ഇപ്പോൾ പോവുകയാണ്. യൂണിവേഴ്സായിട്ട് തന്നെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവരെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർ യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നുണ്ട്. ഇവിടെ പ്രകാശം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നാളെ ഫുൾ മൂൺ ആണെന്ന് ഞാൻ പറഞ്ഞു. December 4th ഇന്ത്യൻ ടൈം 6:14. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം. അപ്പോൾ ആ ഒരു കാര്യം നോക്കിയിട്ട് നിങ്ങൾ
അഫർമേഷൻ ചെയ്യുക. അത് പീക്കിലെത്തുന്നത് December 5 പുലർച്ചയ്ക്ക് 4:44 AM ആണ്, 4:44 AM. അഫർമേഷൻ ചെയ്തവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അഫർമേഷൻ ചെയ്യുക. എല്ലാ മാസവും ഉണ്ട്, ഈ മാസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 9 of Wands കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് കാർഡ് പറയുന്നത് അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നു, അവരിൽ ഫൈനൽ പുഷിനെയാണ്. ഇവിടെ എക്സൈറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സ് വഴി കാട്ടുമ്പോൾ, പോസിറ്റീവ് എനർജി നിങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ, നിങ്ങളിലേക്ക് തീരുമാനമെടുക്കുമ്പോൾ ഇവിടെ എക്സൈറ്റ്മെൻറ്റ് അവരിലുണ്ടാകുന്നു. അവർ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്ക് കാണിക്കുന്നത്. എങ്കിൽ കൂടിയും ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് യൂണിവേഴ്സ് നയിക്കുന്ന ആ ഒരു പാതയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ അവർ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരെയാണ് വിശ്വസിക്കുന്നത്, അവരുടെ വാക്കുകൾക്കാണ് ഇവ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 6 of Swords കാർഡാണ്. അവർ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവരുടെ ലൈഫിലെ ട്രാൻസിഷനെയാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് ഒരു സഹായം എത്തുന്നുണ്ട്. അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരിലേക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അവർ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ എനർജിയിലൂടെയാണ് അവർ പോകുന്നത്. അവർ യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവർ എത്താനായിട്ട് പോവുകയാണ്. ഇവിടെ അവർക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞു. അവർ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ സക്സസ് എന്നാണ് കാർഡ് പറയുന്നത്. 4 of Wands കാർഡാണ്. കാണുന്നുണ്ടോ? സെലിബ്രേഷനെയാണ് ഈ കാർഡ് പറയുന്നത്. പ്രോസ്പെരിറ്റിയാണ് ഈ കാർഡ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്? നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനാണ്. നിങ്ങൾ ആഗ്രഹിച്ച സ്റ്റെബിലിറ്റി തരാനാണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതൊരു മാരേജിലേക്ക് എത്തിക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതമാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത്. ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ഫാമിലി നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന അത്രയേറെ സന്തോഷ നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സ് അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിങ് ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഉറച്ച തീരുമാനത്തെയാണ് കാണിക്കുന്നത്. അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇനി ആർക്കും മാറ്റാൻ സാധിക്കില്ല. ഒരു തോട്ട് ലീഡർ ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബോണ്ട് ലീഡറെയാണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ആര് പ്രവർത്തിച്ചാലും അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒരുമിച്ചുള്ള ജീവിതത്തെ അവർ സ്വപ്നം കാണുന്നു. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ക്ലാസിക് ആയിട്ടുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് അവർക്കുണ്ടാകുന്നത്. നിങ്ങളവിടെ പാഷനേറ്റ് സോളാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. സീക്കിംഗ് കണക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. അത്രയേറെ സ്നേഹമാണ് നിങ്ങളോട് അവർക്ക് തോന്നുന്നത്. അവിടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. നിങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവിടെ ഹേർട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഹേർട്ടിൽ അത്രയേറെ സ്നേഹമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇടപെട്ടാലും പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന നമ്മളുടെ ഡിവൈൻ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ ഒരു ബന്ധം ഒരു സോൾ കോൺട്രാക്റ്റ് തന്നെയാണെന്ന് കാർഡ്സ് പറയുന്നുണ്ട്. നമ്മൾ ഇനി നോക്കുന്നത് ഓരോക്കണ്ടേക്കാണ്. അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് കാർഡ്സിലൂടെ നോക്കാം. അവരുടെ മനസ്സിലുള്ള കാര്യം, അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ. ഓക്കെ, അവർ പറയുന്നത് എന്താണെന്നറിയോ? എന്താണ്? നിനക്ക് പകരമാകാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നാണ്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്.
ഒത്തിരി പേര് അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഒത്തിരി പേരെ കാണുന്നുണ്ടാവാം. നിങ്ങൾക്ക് പകരമാകാൻ അത്രയേറെ കണക്ഷനാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, അത്രയേറെ സ്നേഹമാണ്. നിങ്ങളിലാണ് അവരൊരു പോസിറ്റീവ് എനർജി കണ്ടിട്ടുള്ളത്. എസ്കേപ്പ്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. കാര്യങ്ങൾ വഷളായപ്പോഴേ ഞാൻ മാറി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു, മാറി നിന്നു എന്ന് പറയാണ്. നിങ്ങളുടെ എനർജിയാണ്. അപ്പം നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. സീക്രട്ട്. ഐ ഹാവ് ടോൾഡ് യു എവറിത്തിങ്. നിങ്ങളോട് കുറേ കാര്യങ്ങൾ അവർ പറയുന്നു, രഹസ്യമാണ് കാണിക്കുന്നത്. നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ആ ഒരു മൂല്യം മനസ്സിലാക്കുന്നു, നിങ്ങളെ മനസ്സിലാക്കുന്നു. സബോട്ടേജ്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി എന്നവർ പറയാണ്. ഈ ഒരു സെപ്പറേഷൻ, നിങ്ങളുമായിട്ടുള്ള ചെറിയൊരു വഴക്കെന്ന് പറയുന്നത് അവർക്ക് നല്ല നിമിഷങ്ങളൊക്കെ മിസ് ചെയ്തു, നഷ്ടപ്പെടുത്തി അവർ റിയലൈസ് ചെയ്യാണ്. മെൻറ്റ് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഈ ബന്ധം ഉറപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ അവർ വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഡിസ്ഹോണസ്റ്റി. ബൈ ലൈങ് ഐ റിപ്ഡ് അസ് അപ്പാർട്ട്. ഞാനാണ് ഈ ബന്ധത്തിൽ കള്ളം പറഞ്ഞത് എന്നവർ പറയാണ്. നമ്മൾ പിരിയാൻ കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കള്ളമാണ് എന്നവർ പറയുകയാണ്. ആണോ? അവർ പറഞ്ഞിട്ടൊരു കള്ളമാണ് നിങ്ങൾ അവരും തമ്മിൽ സെപ്പറേഷനിൽ വരാൻ കാരണമെന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ പുതിയ തുടക്കത്തെ അവർ കാണിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റ് തന്നെയാണ് നിങ്ങളെയും അവരെയും തമ്മിൽ പിരിച്ചത്, ഈ ഒരു സെപ്പറേഷനിൽ എത്തിച്ചതെന്ന് അവർ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ടൈം കാർഡും കൂടി എടുക്കുകയാണേ. വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവും കേട്ടോ. ഫുൾ മൂൺ അഫർമേഷൻ ചെയ്താലേ ഉറപ്പായിട്ടും കുറേ കാര്യങ്ങൾ മാറ്റം വരും. ഓൺ ഡേറ്റ് 2/11/2029 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് മദർ ഓർ മദർ ലൈക്ക് ലേഡി ഹെൽപ്പ്. അപ്പോൾ ഈ ഡേറ്റുകൾ ഓർത്ത് വെക്കുക. അമ്മ അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്ഥാനമുള്ള അതുപോലൊരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയാലും അവിടെ നിങ്ങൾക്ക് ഒരു സഹായമായിട്ട് വരുന്നതാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ റിലേഷൻഷിപ്പ് മാത്രം നോക്കിയിരിക്കുന്നതല്ല, നിങ്ങളുടെ വേറെയും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് പോലെ തന്നെ ഈ കാർഡ്സ് എടുക്കുക കേട്ടോ. നെക്സ്റ്റ് ജൂലൈ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഏത് കാർഡാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതിലാണ് നിങ്ങളിലേക്കുള്ള യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നത്. ഒരു കാർഡും കൂടി എടുക്കട്ടെ. ഇൻ 19 days, 19 ദിവസം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് യൂണിവേഴ്സ് കാർഡ്സ് കാണിച്ചു തരുന്നത്. ആദ്യം നമ്മൾ നോക്കിയത് എന്താണ്? നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ്. അതിനുശേഷം നമ്മൾ ടാരോ കാർഡ് നോക്കി, ഒറേക്കിൾ ഡെക്ക് നോക്കി, ടൈം കാർഡ് നോക്കി. ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. അവർ പറഞ്ഞ ഒരു തെറ്റ്, അവർ പറഞ്ഞിട്ടുള്ളൊരു കള്ളമാണ് നിങ്ങളെയും അവരെയും സെപ്പറേഷനിലാക്കിയതെന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നു. മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ബന്ധം ഇനി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് എവിടെയും പോകില്ല. അവരുടെ ഉറച്ച നിലപാടിനെ, ഉറച്ച തീരുമാനത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ചുരുക്കം പറഞ്ഞാൽ വേറെ എവിടെയും നിങ്ങളെപ്പോലത്തെ ഒരു വ്യക്തിയെ അവർ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് പകരമാവാനായിട്ട് വേറെ ആരുമില്ല എന്നവർ തിരിച്ചറിയുന്നു. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.